സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് സ്ത്രീകളുടെ ഇടത് കണ്ണും പുരുഷന്മാരുടെ വലത് കണ്ണും തുടിച്ചാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരാനിരിക്കുന്ന സംഭവങ്ങളുടെ സൂചനയായി നിമിത്തത്തെ കണക്കാക്കുന്നു. നിമിത്തശാസ്ത്രം എന്നൊരു ശാസ്ത്രരേഖ തന്നെ ഭാരതീയ ജ്യോതിഷത്തിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു സംഭവത്തിന്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കാനുള്ള ഉപാധിയായിട്ടാണ് നിമിത്തത്തെ ആചാര്യന്മാർ പൊതുവെ കണക്കാക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനമായ കണ്ണുകൾ, എല്ലാവരുടെയും കണ്ണുകൾ തുടിക്കാറുണ്ട് അല്ലെ? അങ്ങനെ കണ്ണുകൾ തുടിക്കുമ്പോൾ, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയൊക്കെ കണ്ണുകൾ തുടിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ ഫലങ്ങളാണ് പൊതുവെ പറയാറുള്ളത്. ഇടത്തെ കണ്ണും വലത്തെ കണ്ണും തുടിക്കുന്ന വ്യത്യസ്തമായ ഫലങ്ങളാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. പൊതുവെ സ്ത്രീകൾക്ക് ഇടത് കണ്ണ് തുടിക്കുന്നത് ശുഭവും വലത് കണ്ണ് തുടിക്കുന്നത് അശുഭ ഫലങ്ങളും നൽകുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നേരെ മറിച്ചാണ്. പുരുഷന്റെ വലത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെയോ പങ്കാളിയോ കണ്ടുമുട്ടാനാകുമെന്നാണ് വിശ്വാസം. വളരെ നാളായി ആഗ്രഹിക്കുന്ന കാര്യം ഉടൻ നടക്കാൻ പോകുന്നതിന്റെ സൂചനയായും കരുതുന്നു. ചുരുക്കത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് സൂചന ഈ കണ്ണ് തുടിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇടത് കണ്ണ് തുടിക്കുകയാണെങ്കിൽ ദുസ്സൂചനയായി കരുതണം. മാത്രമല്ല പ്രശ്നങ്ങളിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കുക. കുറച്ച് കരുതിയിരിക്കേണ്ട ഒരു സമയമാണ് എന്ന് ചുരുക്കം. സ്ത്രീകളുടെ ഇടത്തെ കണ്ണ് തുടിച്ചാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും. അപ്രതീക്ഷിത ഭാഗ്യം തുണയ്ക്കുമെന്നും വിശ്വാസമുണ്ട്. എന്നാൽ വലത് കണ്ണ് തുടിക്കുന്നത് ശാരീരിക അസ്വാസ്ഥ്യത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ കണ്ണുകൾ തുടിക്കും. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണ്ണ് എന്ന് പറയുന്നത്. കണ്ണ് തുടിക്കുമ്പോൾ അത് ഭാരതീയ ജ്യോതിഷത്തില് വ്യത്യസ്തമായ ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ഫലത്തെ കുറിച്ചും നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.